ഹായ് ഗൈസ്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനും ഫാമിലിയായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക്, ഇവിടെ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോവാം. എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് പരിചയമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. റെഡിയായിട്ട് കാണാം കേട്ടോ. ഇതാണ് എൻ്റെ ലുക്ക്. കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ സാരി ഉടുക്കുന്നത്. എനിക്കിങ്ങനെ വൃത്തി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കിങ്ങനെ ഇങ്ങനെ 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 ഉടുത്തിട്ട് പോകുന്നത്, സിമ്പിളായിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. എങ്ങനെയുണ്ടെന്ന് പറയൂ, കൊള്ളാമോ? ചുമ്മാ ഞാൻ കണ്ണാടി തന്നെ നോക്കി ഇങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുക, എനിക്കൊരു സംതൃപ്തി വരുത്താൻ വേണ്ടിയിട്ട്. നമുക്കിനി അമ്പലത്തിൽ കാണാം കേട്ടോ. നമ്മൾ വന്ന സമയത്ത് മറ്റേ തേരിറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കണ്ടത്. എൻ്റെ കോലമൊക്കെ വരച്ചിട്ടുണ്ട്, കോലം പോട്ടിർക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ബ്രാഹ്മിൻസിൻ്റെ ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ കോലം വരച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷുട്ടു ബേബി ഭയങ്കര ഹാപ്പിയാണ്. ഷുട്ടു ബേബിക്ക് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നടക്കുന്ന ഇഷ്ടമാണ് ആൾക്ക്. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമ്മൾ നേരെ കാണുന്നതാണ് ഹനുമാൻ സ്വാമി. ഒരു 2 years ആയിട്ടേ ഉള്ളൂ ഈ ഒരു പ്രതിഷ്ഠ വന്നിട്ട്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു 7 മണി 7 ടൈമിൽ ലൈറ്റിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് കഴിഞ്ഞു, ഞങ്ങൾ ടൈം ഇറങ്ങിയപ്പോൾ കഴിഞ്ഞു. ഇതും ഒരു വീടും ഷോപ്പും കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. നമുക്ക് ചാണകമൊക്കെ മെഴുകിയിട്ട് എത്ര ടൈം എടുത്തിട്ടുണ്ടാവും അവർ ഈ കോലമൊക്കെ വരയ്ക്കാനല്ലേ. നല്ല ഭംഗിയാണ്. ഇതാണ് എല്ലാ ഫ്ലാറ്റിൻ്റെ മുന്നേ വരെ ഉണ്ട് കേട്ടോ. ഫ്ലാറ്റാണ്. നമ്മൾ അമ്പലത്തിലെത്തി. ഓൾമോസ്റ്റ് എൻ്റെ ഇവിടെ ചെറുതണക്ക് ലൈറ്റ് വരുന്നുണ്ടോ, ഇങ്ങനെയല്ല, അല്ലാണ്ട് ഈ അവതാരം പിന്നെ അങ്ങനെ സംതിങ് അങ്ങനെയൊക്കെയുള്ള ലൈറ്റിങ്ങാണ്. നല്ല ഭംഗിയൊക്കെ കാണാൻ. അമ്പലമൊക്കെ ഫുൾ കളറാക്കി. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നത്. നല്ല രസമായിരുന്നു. എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതിനകത്ത് പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ക്ലിപ്പ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുണ്ട് ഇതിനകത്ത്. ഞാൻ ആടിയ ഇതാണ് അമ്പലം. നമ്മൾ ഇപ്പോൾ ഒരു തേര് കാണും കണ്ടോ. ഈ ഒരു തേരാണ് ഉത്സവത്തിന് മെയിൻ ഡേയിൽ ഇറങ്ങുന്നത്. ഈ തേരാണ് ഈ കാണുന്ന കേട്ടോ. ഈ കാണുന്നതാണ് ആ തേര്. ഇതിനകത്ത് ഇനി വർക്ക്സ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇത് പണ്ട് എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ള തേരാണ്. അത് മാറ്റിയിട്ട് ഇതാണ് നമ്മുടെ ഹനുമാൻ സ്വാമി. ഇത് അമ്പലം. ഇനി നമുക്ക് അമ്പലത്തിന് അകത്തേക്ക് കയറാം. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. ഫുൾ നല്ല കൊത്ത് വർക്കുകളും എല്ലാം കണ്ട. എനിക്കിങ്ങനെയൊക്കെ ഇങ്ങനെ പഴയ അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കൊത്തുപണികളാണ് ഫുള്ള്. നമ്മളിപ്പോൾ കണ്ട തേരിനകത്തും അവതാരങ്ങളാണ് ഫുൾ. എനിക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റില്ല. അവതാരങ്ങളായിരുന്നു ഫുള്ളുണ്ടായിരുന്നത്. ഇപ്പം നീ നോക്കുമ്പോൾ കളർ ചേഞ്ച് വരുന്ന കാണാം. ഇതല്ലാതെ നല്ല ലൈറ്റിനിങ് ഉണ്ട്. അവതാരങ്ങളും അങ്ങനെയൊക്കെ ജസ്റ്റ് ലൈറ്റിനിങ് വഴി നമ്മൾ കാണത്തില്ലേ, അങ്ങനെ ഉണ്ട്. നല്ല രസം. ഞാൻ മന്ദം വരുമല്ല. ഈ ഒരു സെക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോൾ എവിടെ പോയാലും കുഞ്ഞിനെ ഭയങ്കര ശ്രദ്ധ എനിക്ക് അവൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് കുറച്ച് കൊച്ചുങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കും. അതാണ് എൻ്റെ കണ്ണ് അങ്ങോട്ട് പോകുന്നത്. മോൻ അവിടെ നിൽപ്പുണ്ട്, മോൻ്റെ അടുത്ത് നിൽക്കുന്നവർ, അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു.